തോമസ് സാർ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ മുന്നണി കടിപിടി മുന്നണിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ വരുന്നത്. അതായത് രാഹുൽ ഗാന്ധിയെ ഞങ്ങൾക്ക് വേണ്ട, രാഹുൽ ഗാന്ധിക്ക് നയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് മമത വരട്ടെ, മമതാ ദീദിയാണ് ഇതിന് പ്രാപ്തയായ നേതാവ് എന്നുള്ള കാര്യത്തിൽ ഒരു വാദം അങ്ങോട്ട് നടക്കുന്നു. അത് കോൺഗ്രസിന് വലിയ തലവേദനയാവുന്നുണ്ട്. മറുഭാഗത്ത് ഈ പറയുന്ന പോലെ മഹാവികാസ് അഘാഡിയിൽ നിന്ന് ഈ പറയുന്ന സമാജ്വാദി SP അടക്കം പിന്നോട്ട് പോകുന്നുണ്ട്. ഈ അവരുടെ ചില പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പോക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഇന്ത്യ മുന്നണിയിലെ ഓരോ കക്ഷികളെയും താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി ചേർത്ത് നിർത്തുന്നു. പക്ഷേ അവരെല്ലാം ഒരു കൃത്യമായൊരു പ്ലാനിങ്ങോ കൃത്യമായൊരു ഒരു നയരേഖയോ ഒന്നും ഇവർക്കില്ല. അത് ആദ്യമേ BJP പറഞ്ഞ കാര്യമാണ്. ഇപ്പം പൊട്ടിത്തകരുന്ന ലക്ഷണത്തിൽ കടിപിടി സഖ്യമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സർ? നെടുകെ ഒന്ന് പിളരാനുള്ള സാധ്യത വരെ കാണുന്നുണ്ട്. അത് രണ്ടു തരത്തിലാണ് സംഭവിക്കുന്നത്. ഒന്ന് ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം, പിന്നെ അത് കൂടാതെ ഇതിലുള്ള പാർട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മഹാവികാസ് അഘാഡിയിൽ നിന്നും നമ്മുടെ SP സമാജ്വാദി പാർട്ടി അവർ പിന്മാറി. അപ്പോൾ അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിവസേന ഉദ്ധവ് വിഭാഗം വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തായിരുന്നു. അതായത് December 6 വലിയ അഡ്വർടൈസ്മെൻറ്റ് മഹാരാഷ്ട്രയിലെ പത്രങ്ങളിൽ കൊടുത്തിരുന്നു. അപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാബറി മസ്ജിദ് പൊളിച്ച ആൾക്കാരെ വളരെ ഹോൾ ഹാർട്ടഡായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്ത് വലിയ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ്. കാരണം മഹാരാഷ്ട്രയിലുള്ള ശിവസേനക്കാർക്ക് വളരെ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ ടെമ്പിൾ പൊളിച്ച സംഭവം അല്ലെങ്കിൽ മോസ്ക് പൊളിച്ച സംഭവമൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ അവരുടെ വോട്ട് കിട്ടാൻ അത് നല്ലതാണ്. പക്ഷേ SP-ക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SP നിലനിൽക്കുന്നത് അവിടെ മുസ്ലിം വോട്ട്സിനെ ആശ്രയിച്ചിട്ടാണ്. കാരണം ഇറ്റ് ഇസ് ആൻ MY കോമ്പിനേഷൻ, മുസ്ലിം യാദവ് കോമ്പിനേഷനാണ്. അപ്പോൾ അവിടെയുള്ള മുസ്ലിംസ് പോയി കഴിഞ്ഞാൽ പിന്നെ അഖിലേഷ് യാദവിന് യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അവരവിടെ അങ്ങനെ ഒരു പാർട്ടികൾ തമ്മിലുള്ള അടി. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിനെ വേണ്ട, മമതാ ബാനർജീനെ മതി എന്നാണ്. ഇങ്ങനെ പറഞ്ഞ ആദ്യം തുടങ്ങിയത് മമതയുടെ പാർട്ടി തന്നെയുള്ള പഴയ 1983 വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊരു മെമ്പർ ഉണ്ടായിരുന്നു, കീർത്തി ആസാദ് എന്ന് പറയുന്ന ആളാണ് അത് പറഞ്ഞ് ആദ്യം തന്നെ ഞങ്ങൾ എടുത്തിട്ട് കൊടുത്തത്. അപ്പോൾ അത് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് പലരും ദെയർ വർ മെനി ടേക്കേഴ്സ്. അത് സ്വീകരിക്കാനും അത് പറഞ്ഞു നടക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അത് ഹരിയാന, മഹാരാഷ്ട്ര ഈ രണ്ടിടത്തും ഭയങ്കരമായിട്ട് ഇന്ത്യ മുന്നണി തോറ്റു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഒന്നും കൂടി ഗൗരവമായതും പ്രശ്നമായി മാറിയത്. അപ്പോൾ ഇപ്പോൾ TMC തൊട്ട്, അതായത് തൃണമൂൽ കോൺഗ്രസ് തൊട്ട് ഏറ്റവും ചെറിയ പാർട്ടിയായ CPI വരെയുള്ള എല്ലാവരും പറയണത് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഇത്രയൊക്കെ മതി, ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. മാത്രമല്ല അവരുടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ മുന്നണികളുടെയൊക്കെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്ക് കിട്ടി എന്ന പോലെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പെരുമാറുന്നത്. അതുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്കിനി ആവശ്യമില്ല, ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിനെയും താങ്ങി നടക്കാനായിട്ടുള്ള സമയമില്ല, സൗകര്യമില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പോൾ ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇത്തിരി ബിഗ് ബ്രദർ എന്നുള്ള റോളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് അവരുടെ പെരുമാറ്റം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ ബെഞ്ചിൻ്റെ പാർലമെൻറ്റിൽ അവിടെ ഇരിക്കുന്ന മുൻനിരയിലുള്ള 4 പേർക്ക് സീറ്റുള്ളതിൽ ഈ 4 സീറ്റും കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്. വേറെ പാർട്ടിയിലെ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കാതെ 4 പേരുള്ളതിൽ 4 പേരും കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ അതിനെ ചൊല്ലി വളരെയധികം എതിർപ്പ് ഈ മുന്നണിയിലുണ്ട്. പിന്നെ അവർ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, അദ്ദേഹം ഇങ്ങനെ ഗൗതം അദാനിനെ കുറേ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ യാതൊരു പ്രോഗ്രാമും ഇല്ല, വേറെ യാതൊരു പോയിൻറ്റും ഇല്ല. ഗൗതം അദാനിനെ ചീത്ത പറഞ്ഞ് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? വേറെ യാതൊരു പ്രോഗ്രാമും യാതൊരു പോയിൻറ്റും ഇല്ലാതെ എത്ര നാൾ ഇങ്ങനെ നടക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. പിന്നെ ആദ്യം കീർത്തി ആസാദാണ് ഈ മമതാ ബാനർജിയുടെ പേര് പറഞ്ഞത്. പക്ഷേ പിന്നീട് പലരും ഇത് ഏറ്റുപിടിക്കാൻ തുടങ്ങി. മമതാ ബാനർജി വേണം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യാതൊരു കൂടിയാലോചനയും ഇല്ല എന്നാണ് CPI CPM ഗ്രൂപ്പുകളൊക്കെ പറയുന്നത്. കൂടിയാലോചനയൊന്നുമില്ല, രാഹുൽ ഗാന്ധിയുടെ ഈ സ്റ്റൈല് പറ്റില്ല, അതുകൊണ്ട് മമതാ ബാനർജി വേണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ശരത് പവാറിനും ഇത് തന്നെ അഭിപ്രായം. ശരത് പവാറിന് ഈ അഭിപ്രായം തോന്നി തുടങ്ങിയത് മഹാരാഷ്ട്രയിൽ ഭയങ്കരമായിട്ട് തോറ്റോടുകൂടിയാണ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ നല്ല ഭംഗിയായിട്ട് ജയിച്ചിട്ട് അസംബ്ലി ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആകെ തോറ്റ് തുന്നം പാടി. അപ്പോൾ അതോടുകൂടി ഇപ്പോൾ ശരത് പവാറിന് രാഹുൽ ഗാന്ധിനെ മടുത്തുമട്ടാണ്. അദ്ദേഹം നേരത്തെ തൊട്ട് ഇങ്ങനെ ഈ സോണിയാഗാന്ധി അധികാരത്തിലും നേതൃത്വത്തിലും പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഇടഞ്ഞു കോൺഗ്രസിൽ നിന്ന് പോകുന്ന ആളാണ്. അപ്പോൾ ഇവരുടെ വലിയ ഡോമിനേഷനും ഒന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. അപ്പോൾ മഹാരാഷ്ട്രയിലെ പരാജയവും കൂടി ആയി കഴിഞ്ഞപ്പോൾ അത് മൂർധന്യത്തിലെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അഖിലേഷ് യാദവ് SP
ഈ അഖിലേഷ് യാദവിന് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയായിട്ട് വളരെ ലോഹ്യമൊക്കെയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള വേറൊരു ലീഡറുണ്ട്, ഉദയ്വീർ സിംഗ് എന്ന് പറഞ്ഞു. ഉദയ്വീർ സിംഗും പറഞ്ഞിരിക്കുന്നത് മമതാ ബാനർജി വന്നാൽ മതി, രാഹുൽ ഗാന്ധി വേണ്ടെന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അവിടെയും ആക്രമണം നേരിടേണ്ടി വരികയാണ്. പിന്നെ വേറെ ഒരു പാർട്ടി ഇപ്പോൾ പറഞ്ഞ് ഇതിനെ എതിർത്ത് വന്നിരിക്കുന്നത് ലാലു പ്രസാദ് യാദവാണ്. ലാലു പ്രസാദ് യാദവും കോൺഗ്രസ്സായിട്ട് നല്ല ടേംസിലായിരുന്നു, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ കോൺഗ്രസിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഷാനവാസ് അലം എന്ന് പറഞ്ഞിട്ട് ബീഹാറുകാരൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഇന്ത്യ മുന്നണിയിൽ ഇങ്ങനെ ബിഗ് ബ്രദർ എന്നുള്ള രീതിയിൽ ആരും വേണ്ട. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാറിലുള്ള ആ ഇന്ത്യ മുന്നണിയുടെ അസംബ്ലി ഇലക്ഷനൊക്കെ വന്നു കഴിയുമ്പോൾ ലാലു പ്രസാദ് യാദവിന് മുഴുവൻ സീറ്റ് വേണം, ഞങ്ങളാണ് വലിയ പാർട്ടി എന്ന് പറയുന്ന ആ ആറ്റിറ്റ്യൂഡ് നിർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു മുന്നണിയാണെങ്കിൽ ഇതിൽ ബിഗ് ബ്രദർ എന്നുള്ള ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലാലു പ്രസാദ് യാദവിന് വേറൊരു താല്പര്യവും കൂടിയുണ്ട്. ഈ ലാലു പ്രസാദ് യാദവിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് മത്സരം നടന്നപ്പോൾ ബീഹാറിൽ ആകെയുള്ള സീറ്റ് 40 പാർലമെൻറ്റ് സീറ്റ്സ്. അതിൽ കയറിയിട്ട് 23 എണ്ണത്തിലും RJD മത്സരിച്ചു. പക്ഷേ 23 എണ്ണത്തിൽ മത്സരിച്ചിട്ട് ആകെ വിജയിച്ചത് 4 സീറ്റിലാണ്. അതേസമയം കോൺഗ്രസ് 9 സീറ്റിൽ മത്സരിച്ചിട്ട് 3 സീറ്റ് നേടി. അപ്പോൾ കോൺഗ്രസിന് കുറേ കൂടി സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മത്സരിച്ചെങ്കിൽ കുറേ കൂടി സീറ്റ് കിട്ടിയേനെ. അതേപോലെ RJD ഈ 23 മത്സരിച്ച് വെറുതെ ഉള്ള സീറ്റുകളൊക്കെ കളഞ്ഞെന്നുള്ള അഭിപ്രായം, അങ്ങനെ ഒരു തിയറി അവിടെ ബീഹാറിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പോപ്പുലറായിട്ട് നിന്ന് കോൺഗ്രസ് സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇനി അടുത്ത അസംബ്ലി ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ സീറ്റ്, അതായത് ഈ നവംബറിൽ അടുത്ത 2025 ഇലക്ഷൻ വരുന്നുണ്ട്. ആ സമയത്ത് കോൺഗ്രസ് കൂടുതൽ സീറ്റ് ചോദിച്ചെങ്കിലും ഒന്ന് ഉള്ള ഭയം കൊണ്ടാണ് മതി എന്ന് തഴഞ്ഞു നിർത്താണ്, ഒന്ന് തടയിട്ട് നിർത്താണ്. പക്ഷേ അങ്ങനെ ഇവർക്ക് ആർക്കും സ്ട്രോങ് ആകാൻ പറ്റില്ല. കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അണികളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ പാർട്ടിയിലെയും ചെറിയ ചെറിയ നേതാക്കളൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ മറുപടി പറയണ്ട, അത് കശപിശയായിക്കൊണ്ടിരിക്കും. ദാറ്റ് വിൽ ലീഡ് അസ് നോവെയർ. പിന്നെ അവർ ഈ പറയണതൊന്നും കണക്കിലെടുത്തിട്ട് കാര്യമില്ല. കാരണം കോൺഗ്രസ്സിന് യുവമാരൊക്കെ ബാധ്യതയാണ്. ഈ പറയുന്ന പാർട്ടീസിനെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. നമ്മൾക്കുള്ള സീറ്റ് കൂടുതലൊന്നും കിട്ടാൻ പോകണില്ല ഇവരുമായിട്ട് കൂട്ടുപിടിച്ചിട്ട്. അതിലും ഭേദം ഇപ്പോൾ ഇവർ വിട്ടു പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള വർത്തമാനമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ് പറയുന്ന മറ്റൊരു ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മമത വന്നു കഴിഞ്ഞാൽ ഷീ ഹാസ് എ മാജിക് വാണ്ട്, അല്ലെങ്കിൽ ഒരു മാന്ത്രിക വടി ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പെട്ടെന്ന് മമതാ ബാനർജീനെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ മമതാ ബാനർജി പലയിടത്തും മത്സരിച്ചു, അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പലയിടത്തും മത്സരിച്ചു. ഗോവയിൽ മത്സരിച്ച്, ആസാമിൽ മത്സരിച്ച്, ത്രിപുരയിൽ മത്സരിച്ച്, മേഘാലയയിൽ മത്സരിച്ച്. ഇവിടെയൊന്നും പച്ചവടാൻ അവർക്ക് പറ്റുന്നില്ല. ബംഗാളിൽ മാത്രമേ ഉള്ളൂ. ബംഗാളിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബംഗാളിൽ നിന്ന് കൂടാതെ ഇന്ത്യ മുഴുവനും ഇന്ത്യ നേതാവാക്കി എന്ന് പറഞ്ഞാൽ വേറെ എങ്ങും മമതയുടെ കെയർ ഓഫിൽ സീറ്റ് കിട്ടാൻ പോകണില്ല. പിന്നെ അവർ വന്നിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ചോദിക്കും. മാത്രമല്ല ഈ തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് അവിടെയുള്ള സീറ്റ് മുഴുവനും അവർക്ക് വേണം. ബംഗാളിൽ ആരെ അടുപ്പിക്കില്ല, ഒരു അലയൻസും ഉണ്ടാവില്ല. 10 വോട്ടോ 10 സീറ്റോ കൂടുതൽ കിട്ടാനുള്ള ഒന്നും ചെയ്യില്ല. അവരവരുടെ സീറ്റ് പിടിച്ചെടുക്കും. അവരുടെ സീറ്റ് പിടിച്ചെടുക്കണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ തൃണമൂൽ കോൺഗ്രസ്സിന് അവിടെ മുസ്ലിം സപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ മുസ്ലിം പോപ്പുലേഷൻ്റെ വോട്ട് അവർക്ക് സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മമതാ ബാനർജി ഇത്രയും കാണിക്കുന്നത്. അല്ലാതെ ഈ മാജിക്ക് വേറെ ഒരു സ്റ്റേറ്റിലും അവർക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവർ വന്നിട്ട് എന്ത് കാണിക്കും എന്നാ പറയുന്നത്, എന്തിനാണ് അവർ നേതാവാക്കണേ എന്നുള്ള ലൈനാണ് രാഹുൽ ഗാന്ധി അണികൾക്ക് കൊടുക്കുന്നത്. പിന്നെ കണ്ടവനത് കണ്ടതൊക്കെ പറയും, അത് നമ്മൾ ശ്രദ്ധിക്കണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് അങ്ങനെ കെട്ടുറപ്പോടുകൂടി അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമന്ത്രി, അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ആരെങ്കിലുമൊക്കെ പ്രധാനമന്ത്രി ആകണം, രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ 100 സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും എന്താണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവരാണോ BJP നേരിടാൻ പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ജനങ്ങൾ ചിന്തിക്കുമല്ലോ, ഇവർ വന്ന് ഇത്രയും പാർട്ടികളുണ്ട്, ഇവരെല്ലാവരും ഹൗസ് ഡിവൈഡഡ് അഗൈൻസ്റ്റ് ഇറ്റ് സെൽഫാണ് ഇവർ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തലതല്ലി കയറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലും ഇത് തന്നെ ഇന്ത്യയുടെ ഭരണം ഈ രീതിയിൽ പോകും. ഒരു കാര്യമില്ല ഇവരെ കൊണ്ടെന്നുള്ളത് ഒന്നും കൂടി അരക്കിട്ടുറപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണാൻ കഴിയും. തീർച്ചയായും. എന്തായാലും ഈ BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വലിയ ആഹ്ലാദത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. എന്തായാലും എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ.